ഹോട്ടലുകളെ ആവശ്യ സർവീസായി പ്രഖ്യാപിച്ച പാചകവാതകം ഹോട്ടലുകൾക്കും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട സമരം നടത്താൻ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി ഇടുക്കിയിൽ ഉൾപ്പെടെ 23-ന് സംസ്ഥാനത്ത് ഹോട്ടലുകൾ അടച്ചിടും. പാചകവാതക ക്ഷാമത്തെ തുടർന്ന് ഹോട്ടലുകളുടെ പ്രവർത്തനം താളം തെറ്റിയ സാഹചര്യത്തിൽ കൂടിയാണ് ഒരു ദിവസം കടയടച്ചിട്ടുള്ള സമരത്തിന് ഹോട്ടലുടമകൾ ഒരുങ്ങുന്നത്. പാചകവാതക ക്ഷാമത്തിൽ ഹോട്ടലുകളുടെ പ്രവർത്തനം താളം തെറ്റിയതോടെ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് ഹോട്ടൽ സംഘടന. കേരളത്തിൽ ഉടനീളം തിങ്കളാഴ്ച ഹോട്ടലുകൾ അടച്ചിടുമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ അറിയിച്ചു. ഹോട്ടലുകളെ അവശ്യ സർവീസായി പ്രഖ്യാപിച്ച പാചകവാതകം ഹോട്ടലുകൾക്ക് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം നടത്തുവാൻ സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. വാണിജ്യ സിലിണ്ടറുകൾ വിതരണം ചെയ്യുവാൻ എണ്ണ കമ്പനികൾക്ക് നിർദ്ദേശം ലഭിച്ചിട്ടും മുൻഗണനാ പട്ടികയിൽ ഹോട്ടലുകളെ ഉൾപ്പെടുത്തുന്നില്ല. ലക്ഷക്കണക്കിന് ആളുകളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമായിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇക്കാര്യത്തിൽ നിസ്സംഗത പുലർത്തുകയാണ്. പാചകവാതക ക്ഷാമത്തെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സംസ്ഥാനത്താകെ ഹോട്ടലുകളുടെ പ്രവർത്തനം താളം തെറ്റി. നിരവധി ഹോട്ടലുകൾ പാചകവാതകം കിട്ടാതായതോടെ താൽക്കാലികമായി അടച്ചു. ഉടമകളെ മാത്രമല്ല, ഹോട്ടലിൽ തൊഴിലെടുത്തിരുന്ന തൊഴിലാളികളെയും ഇത് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. സിറ്റി വിഷൻ, അടിമാലി.